പാൻ കാർഡിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോ പാൻ കാർഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ മുതൽ പാൻ കാർഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ഒരുപാട് ആളുകൾ സ്വന്തമായും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയി പാൻ കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പാൻ കാർഡ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ടായി. അപ്പോൾ നമ്മളെ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മളൊരു 10,000 പാൻ കാർഡിലധികം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതിനാലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ പൊതുസമൂഹത്തിലേക്ക് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാൻ കാർഡിൽ വന്ന മാറ്റം അറിയാതെ ഇപ്പോഴും ആളുകൾ ആധാർ കാർഡും മറ്റുമൊക്കെ വെച്ച് പാൻ കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ UTCIL അഥവാ പാൻ കാർഡ് ഏജൻസികൾ അവർ ഇതിനെ ഒബ്ജക്ഷനിലേക്ക് തള്ളിവിടും. അതായത് ഇൻകം ടാക്സിലേക്ക് ഇത് അയക്കുമ്പോൾ അവിടുന്ന് ഈ ഒബ്ജക്ഷൻ റിക്വസ്റ്റിലേക്ക് ഈ സാധനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഈ പറഞ്ഞ പോലെ ലഭിക്കുകയില്ല. നോർമലി നമുക്ക് പാൻ കാർഡ് നമുക്കറിയാം, ഏപ്രിൽ മാസത്തിന് മുമ്പ് നമ്മൾ പുതിയ പാൻ കാർഡിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3-4 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് പാൻ കാർഡ് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏപ്രിലിന് ശേഷം അത് വിവിധ പ്രോസസ്സിലൂടെ ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പാൻ കാർഡ് ലഭിക്കുന്നത്. അപ്പോൾ പാൻ കാർഡ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് പുതിയ പാൻ കാർഡ് എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അംഗീകൃതമായ കോമൺ സർവീസ് സെൻ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാൻ കാർഡ് ചെയ്യുവാൻ സാധിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്താൽ പോലെ. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10,000 പാൻ കാർഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇതിലെ ഓരോ ഫോം ഫില്ല് ചെയ്യുന്നതും നമ്മൾ വളരെ കൃത്യമായി ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയതായതുകൊണ്ട് നമുക്ക് എറർ വരാതെ കണ്ട് നിങ്ങൾക്ക് പാൻ കാർഡ് ചെയ്ത് തരുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പാൻ കാർഡ് ചെയ്യാം. പാൻ കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡിൽ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആധാർ മറ്റുള്ളത് തിരുത്തുന്ന പോലെ അത്ര എളുപ്പമല്ല. പാൻ കാർഡ് നമ്മൾ തിരുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു CSF ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഏപ്രിൽ മുതൽ മൊത്തം ഫോംസ് ഇപ്പോൾ 93, 94 അങ്ങനെ കുറേ ഫോംസുകളിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫോംസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ പാൻ കാർഡ് കൃത്യമായിട്ട് ചെയ്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഫോം ഉൾപ്പെടെ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 18 വയസ്സാകുന്നതിന് മുമ്പേ ഉള്ള കുട്ടികൾക്ക് പാൻ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാൻ കാർഡ് കിട്ടുമ്പോൾ ഈ ഫോട്ടോ കിട്ടത്തില്ല, മൈനർ എന്നുള്ള രീതിയിലായിരിക്കും പാൻ കാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഈ 16-17 വയസ്സുള്ള ആളുകൾ കറക്റ്റ് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഉത്തമം. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു പാൻ കാർഡ് എടുത്തിട്ട് പിന്നീട് 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാൻ കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോട്ടോ തന്നെ അതിനകത്ത് വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാൻ കാർഡ് സൈസ് ഫോട്ടോയാണ് കൃത്യമായിട്ട് അതിൽ ഒട്ടിക്കേണ്ടത്. പക്ഷേ നമ്മളെ ആളുകൾ ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അവർ സ്ഥിരം കൊണ്ടുവരാറ്. അപ്പോൾ അവരത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് അവരുടെ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫോട്ടോ ഒട്ടിച്ച് അയച്ചു കഴിഞ്ഞാലും അവരത് റിജക്റ്റ് ചെയ്ത് വിടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ള പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ ഇപ്പോൾ ഉള്ള പാൻ ഏജൻസി അംഗീകരിച്ച സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാർ ഏജൻസി ആയി നിങ്ങൾക്കറിയാം, രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന സെൻറ്ററാണ് നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ. അപ്പോൾ അതുവഴി നിങ്ങളൊരു പാൻ കാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരു ലിബറലായിട്ടുള്ള രീതിയിലുള്ള ഒരു വാലിഡേഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മളത് അത്രയ്ക്കും കെയർ എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കിടങ്ങന്നൂർ സെൻറ്ററിൽ ഈ പറഞ്ഞ പോലെ 10,000 പാൻ കാർഡ് ചെയ്ത് അതിൽ വളരെ തുച്ഛമായ ഒരു 3-4 എണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്ഷൻ കേസുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒബ്ജക്ഷൻ കേസ് വന്നത് നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമറെ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അവർക്ക് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് തരാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് അവർക്ക് പാൻ കാർഡ് ചിലപ്പോൾ ഹോൾഡായി വല്ലതും പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്കവാറും കേസുകളിൽ ഇപ്പോൾ 99% നമ്മൾ പാൻ കാർഡ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാം, ഈ പാൻ കാർഡ് ഏജൻസികൾ ഒബ്ജക്ഷൻ അയക്കുമ്പോൾ ഈ ഒബ്ജക്ഷൻ ക്ലിയർ ചെയ്ത് അവർക്ക് പാൻ കാർഡ് മേടിച്ചു കൊടുക്കുന്നതാണ് ഒരു ഏറ്റവും നല്ല സെൻറ്ററിൻ്റെ ഒരു കർത്തവ്യം. അപ്പം ആ കർത്തവ്യം നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കും. കാര്യം വെച്ചാൽ
ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരെ പാൻ കാർഡിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ലഭിച്ചതും അതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് ഇൻസ്റ്റലേഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബയോമെട്രിക് ഓതൻറ്റിക്കേഷനിലൂടെയും മറ്റും നമുക്ക് ചെയ്ത് ആ പാൻ കാർഡ് വിജയകരമായി സക്സസ് ആയി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാൻ കാർഡ് എടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അവർക്കും നമ്മൾ ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അതോടെ ഒപ്പം തന്നെ പാൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ SG ചാനലിൽ കൃത്യമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും നമ്മൾക്കറിയാം, നമ്മുടെ SG ചാനലിൽ നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ വളരെ ജെന്യൂനിറ്റി കൂടുതലായിരിക്കും. മറ്റുള്ള നമ്മുടെ വീഡിയോകളിലൊക്കെ അവർ ഇത് കാണാതെ പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പരക്കെ വരുന്നൊരു മെസ്സേജാണ് ആരോഗ്യ ഇൻഷുറൻസ് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുന്നത്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.